ഫിലിം ഗാരേജിന്റെ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. അനീഷ് പിൻ കണ്ടെത്തും എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ടൊവിനോ നായകനെത്തിയ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ 8,95,00,000ലേക്ക് 11 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 14,50,00,000ലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. പോസിറ്റീവ് ലഭ്യമായിട്ട് പോലും 10 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് ഉള്ളത് കൊണ്ട് സിനിമ തിയേറ്ററുകളിലെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കാതെ വിടവാങ്ങുകയാണ്. ആവറേജ് സ്റ്റാറ്റസ് ആണ് സിനിമയുടെ വെർഡിക്റ്റ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു പോലീസ് സ്റ്റോറിയാണല്ലോ തുണ്ട് എന്ന സിനിമയുടേത്. ബിജു മേനോൻ നായകനെത്തിയ സിനിമ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 70 ലക്ഷത്തോളം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ചിത്രം തിയേറ്ററുകളിലെ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് ഉറപ്പാക്കിയിട്ടുണ്ട്. വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ 1 കോടിക്ക് മുകളിലേക്ക് എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ത്യൻ സിനിമകളിലെ ആദ്യത്തെ 100 കോടി കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. തേരി ബാത്തോൺ മേ ഐസ ഉൽജാജിയ എന്ന സിനിമ. ചിത്രം തിയേറ്ററുകളിലെ കൃത്യം 100 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. 50 കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളിലെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസും നേടിയെടുത്തിരിക്കുകയാണ്. 10 ദിവസങ്ങൾ തിയേറ്ററുകളിലെ പിന്നിട്ട സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ മാത്രം 64 കോടി രൂപയാണ്. മോളിവുഡിലെ ഈ മാസത്തിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ പ്രേമലു. 9 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ 12ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇന്നലെ ഇതേ സമയം 1 കോടിയായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്ന് 91 ലക്ഷത്തിൽ പരമാണ് ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ. അപ്പോൾ ഇന്നും സിനിമയ്ക്ക് 1.5 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തോടെ 25-26 കോടി റേഞ്ചിൽ സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ എത്തും. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നത്തോടെ 49 കോടി റേഞ്ചിലേക്കും എത്തപ്പെടുന്നതാണ്. 50 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നാളെ 13ാം ദിവസം സിനിമ ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നേടിയെടുക്കുന്നതാണ്. ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച ഈ ചെറിയ സിനിമ വലിയ വിജയം തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. അവസാനത്തെ റിപ്പോർട്ട് ബ്രഹ്മയുഗം എന്ന സിനിമയെക്കുറിച്ചാണ്. സിനിമയുടെ ട്രാക്കിംഗ് എല്ലാം തന്നെ നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾ, അതായത് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഇതുപോലെ പ്രേമലു എന്ന സിനിമയേക്കാൾ താഴെ തന്നെയാണ് ബ്രഹ്മയുഗം എന്ന സിനിമയുടെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ, ഒപ്പം തന്നെ ഗ്രോസ് കളക്ഷൻ വരിക എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തോടെ കേരളത്തിൽ നിന്നും 15 കോടി രൂപയ്ക്ക് മുകളിലും വേൾഡ് വൈഡ് കളക്ഷൻ 38 കോടി രൂപയ്ക്ക് മുകളിലാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായി.